ഇന്ന് വന്നേക്കുന്നത് നമ്മൾ വീട്ടിലുള്ള കറ്റാർവാഴ വെച്ചിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന രീതിയിൽ കറ്റാർവാഴ ജെൽ എങ്ങനെ റെഡിയാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. സിമ്പിളായ വീഡിയോ ആണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഈ വീഡിയോ കാണുക. ഞാനിവിടെ വീട്ടിലുള്ള കറ്റാർവാഴ ഉപയോഗിച്ചാണ് ജെല്ല് തയ്യാറാക്കുന്നത്. കറ്റാർവാഴ ജെല്ല് തയ്യാറാക്കുവാനായി വീട്ടിലുള്ള കറ്റാർവാഴ ചെടിയിൽ നിന്നും 2 തണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള തണ്ടെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ നിന്നാണ് കൂടുതൽ ജെല്ല് ലഭിക്കുക. അപ്പോൾ കറ്റാർവാഴയിൽ നിന്ന് വരുന്ന മഞ്ഞ നീര് കളയുവാനായി 1 മണിക്കൂറോളം ഇങ്ങനെ കറ്റാർവാഴ കുത്തിവെക്കുക. കറ്റാർവാഴയിലുള്ള മഞ്ഞ നീർ തീർച്ചയായും ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ആ മഞ്ഞ നീർ നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും. അതുകൊണ്ടാണ് കറ്റാർവാഴ ഇങ്ങനെ കുത്തിവെച്ച് ആ മഞ്ഞ നീരിനെ നമ്മൾ ഒഴിവാക്കിയെടുക്കുന്നത്. 1 മണിക്കൂറോളം ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം കറ്റാർവാഴയുടെ സൈഡൊക്കെ നന്നാക്കിയ ശേഷം അതിൻ്റെ സൈഡിലുള്ള മുള്ള് ചെത്തിക്കളയുക. അതിനുശേഷം തൊലി കളഞ്ഞ് അതിൻ്റെ ജെല്ല് മാത്രമായി എടുക്കുക. നമുക്കിവിടെ കറ്റാർവാഴ ജെല്ല് തയ്യാറാക്കുവാൻ അതിന് ഉള്ളിലുള്ള ജെല്ല് മാത്രമാണ് ആവശ്യം. അലോവേര എന്നത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ ക്ലിയർ സ്കിന്നിനും സ്കിൻ ബ്രൈറ്റിങ്ങിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അലോവേര. കറ്റാർവാഴയിൽ നിന്നും ജെല്ല് മാത്രമായി എടുത്ത ശേഷം അത് നല്ല തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. കാരണം അതിലുള്ള കഴുപ്പ് ഒഴിവാക്കി കളയുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ 2 തണ്ടാണ് എടുത്തിരിക്കുന്നത്. 2 തണ്ടും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക. നല്ല പോലെ തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമുക്ക് കിട്ടിയ ജെൽ ഇതുപോലെ കഷ്ണങ്ങളാക്കി മിക്സിയിലിടുക. എന്നിട്ട് നല്ല പോലെ മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ജെൽ ഇതുപോലെ അരിപ്പ ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം. നമുക്കിവിടെ കറ്റാർവാഴയിൽ നിന്നും ഇത്രയും നീരാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഒരു പാത്രം ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസായ ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് നല്ലപോലെ അലിയിച്ചെടുക്കുക. ഒരു ചെറിയ കഷ്ണം ചൈന ഗ്രാസാണ് ഇവിടെ ആവശ്യം. അങ്ങനെ ചൈന ഗ്രാസ് നല്ല അലിഞ്ഞ ശേഷം വെള്ളത്തിൽ ലയിച്ച ശേഷം അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അലോവേരയുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയ ശേഷം അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാകുവാൻ വേണ്ടി വെക്കുക. ഞാൻ ഇതാ ഒരു ചെറിയ പ്ലേറ്റിലേക്ക് ഒഴിച്ച് സെറ്റാകാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സെറ്റായ ജെൽ ഒരു പാത്രത്തിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ജെൽ ഇങ്ങനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ജെൽ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.